ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് അധിക്ഷേപിക്കുന്നത് പോലെയല്ല ചില പ്രത്യേക തരത്തിലുള്ള കണ്ടന്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വിതറി കടന്നു പോകുന്നത്. അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഗ്രൂപ്പിന് പുറത്തുള്ള ഒരാൾക്ക് അറിയണം എന്ന് പോലുമില്ല. അപ്പോൾ ഈ ഫേസ്ബുക്ക് പോലെ നമുക്ക് എല്ലാവർക്കും ഓഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിക്കേഷനും അല്ല. അപ്പോൾ ചില ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇവരിങ്ങനെയാണ്, ഇവര് വർഗീയവാദിയാണ്, ഇവര് ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുന്ന ആളാണ്, ഇവര് മുസ്ലിങ്ങളെ തീവ്രവാദികളെന്ന് വിളിക്കുന്നവരാണ് എന്നൊരു സ്മിയർ ക്യാമ്പയിൻ നടത്തിയാൽ അത് ആ ഗ്രൂപ്പിനകത്ത് ഒതുങ്ങി നിൽക്കും. അത് കഴിഞ്ഞിട്ട് അവർ വേറെ ഈ പറഞ്ഞ കുടുംബ ഗ്രൂപ്പിലേക്ക് അത് ഫോർവേഡ് ചെയ്യുമായിരിക്കും. ഇത് ഈ പറഞ്ഞ സർക്കിളിനപ്പുറത്ത് പുറത്തുനിന്ന് ഒരാൾക്ക് ഇപ്പോൾ എനിക്ക് അത് കാണാൻ പറ്റില്ല, സനോജിന് അത് കാണാൻ പറ്റില്ല. ഈ മട്ടിലുള്ള ക്യാമ്പയിൻ അവിടെ ഉണ്ട് എന്നാണ് ശൈലജ ടീച്ചർ ആരോപിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗുരുതരമായ വസ്തുതയാണല്ലോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു കഴിഞ്ഞ 25-ന് കൊടുത്ത് സംഭവമാണ്. അതിനുശേഷം ഇത് ഈ തലത്തിലേക്ക് വരുന്നത് ഇപ്പോഴുണ്ടായ ബോംബ് സ്ഫോടനമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് തോമസിന്റെ വന്നത്. എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ്. അല്ല, അത് ഞാൻ പറയാം. ജില്ലാ സെക്രട്ടറിയുടെ മകൻ, CPM ജില്ലാ സെക്രട്ടറിയുടെ മകൻ, മുൻ ex-MLA മകൻ ജൂലിയസ് നികിദാസ് എന്ന് പറയുന്ന കക്ഷി, പിന്നെ നിങ്ങൾ നോക്ക്, ഇത് എനിക്ക് വായിക്കാൻ പറ്റില്ല. എനിക്കല്ല, മാന്യതയുള്ള സമൂഹത്തിൽ ആർക്കെങ്കിലും ഇത് വായിക്കാൻ പറ്റില്ല. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാ, ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവാ. അത് മാത്രമല്ല, നിങ്ങൾ കാണേണ്ടത് മുൻ MLA ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ, മുൻ MLA പിന്നെ PA, അയാളൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വെള്ളത്തിന് തീപിടിക്കുന്ന രൂപത്തിലുള്ള പോസ്റ്റാണ് ഇട്ടത്. അതൊക്കെ ഞങ്ങൾ നാളെ കേസ് കൊടുക്കാൻ പോവുക. ഇത്രയും നെറുകെട്ട രൂപത്തിലുള്ള സംഗതി അപ്പുറത്തുനിന്ന് ചെയ്യുക. എന്താ കാരണം? ഈ ബോംബ് സ്ഫോടനം നടന്നു. ബോംബ് സ്ഫോടനം നടന്നപ്പോൾ അന്ന് തന്നെ പിന്നെ നമ്മൾ കാണുന്നത് എന്താ, ടീച്ചർക്കൊപ്പം ഈ ആ സ്ഫോടനത്തിൽ മരിച്ച പ്രതിയുടെ ഫോട്ടോ വരുന്നു. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്? ഞങ്ങൾ കല്യാണത്തിനും പാർട്ടി പരിപാടിക്കും പോകുമ്പോൾ പലരും ഞങ്ങളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്, അത് ഞങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞില്ല അത് മോർഫിംഗ് ആണെന്ന് പറഞ്ഞില്ല, അത് വേറെ ആരും ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് ഇതൊക്കെ മോർഫിംഗ് ആണെന്ന് പറയുന്നത്. ഇത് ബോംബുണ്ടാക്കിയ വലിയ ഒരു ഡാമേജ് പാർട്ടിക്കുണ്ട്. എന്തിനാണ് ബോംബുണ്ടാക്കിയത്? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാറ്? പോസ്റ്റർ ഉണ്ടാക്കും, ബാനർ ഉണ്ടാക്കും, ഫ്ലക്സ് ഉണ്ടാക്കും, കൊടിതോരണങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിൽ നിന്നപ്പുറത്ത് CPM ചെയ്യുന്ന എന്താ? അവരവരുടെ പാർട്ടി കേന്ദ്രങ്ങളിൽ ബോംബ് നിർമ്മിക്കുകയാണ്. ബോംബ് പൊട്ടിയത് കൊണ്ടല്ലേ ഇത് മനസ്സിലായതില്ലേ? ജനം അറിയായിരുന്നോ? കഴിഞ്ഞ 3 വർഷം മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ മൻസൂർ 20 വയസ്സുള്ള പയ്യനെ എന്തിനു വേണ്ടി ഇതേപോലെ ബോംബ് എറിഞ്ഞല്ലേ കൊന്നത്? അപ്പോൾ ഇലക്ഷൻ കാലത്ത് ബോംബ് കൃഷി നടത്തുക. വടകരയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 ഫാക്ടറി ഇവർ തുറന്നു വെച്ചിട്ടുണ്ട്. ആ 2 ഫാക്ടറിയിൽ ഒന്നാമത്തേതാണ് നോണ ഫാക്ടറി. ആ നോണ ഫാക്ടറിയിൽ ഇവരിങ്ങനെ എല്ലാ ദിവസവും, നേരത്തെ പലതും പറയും, കോലീബി സഖ്യം പറയാറുണ്ട്, ഇപ്പോൾ അത് പറയുന്നില്ല. കാരണം എന്താ? ഇപ്പോൾ BJP തന്നെ ഞങ്ങളുമായി സഖ്യമാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ ആ നുണയൊന്നും ഫലിക്കാതിരുന്നപ്പോൾ ബോംബിലേക്ക് വന്നു. ബോംബ് പൊട്ടി 10, നിങ്ങളൊക്കെ കണ്ടില്ലേ, 10 പിന്നെ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കി വെച്ചത് പോലീസ് പിടിച്ച കണ്ടില്ല. ആരെയാ പിടിച്ചത്? നിങ്ങൾ ചോദിക്കണ്ടേ? ഇതൊക്കെ വേറെ വേറെ വിഷയങ്ങളാണ്. MLA ഉൾപ്പെടെ, ബോംബിന്റെ പ്രശ്നമുണ്ട്, മറ്റ് രാഷ്ട്രീയ ബാന്ധവങ്ങളുടെ പ്രശ്നം, അതൊക്കെ എല്ലാ ഇലക്ഷനിലും ഉയരുന്ന വിഷയങ്ങളാണ്. അതൊക്കെ നിങ്ങൾ പരസ്പരം പറയും. അതിലൊന്നും ഞാൻ ആ ഭാഗം കാണുന്നില്ല. എനിക്കറിയാമല്ലോ. പാറക്കൽ അബ്ദുള്ള, എന്റെ വടകര എനിക്കൊരൊറ്റ ചോദ്യം. എന്റെ വടകര K18 എന്നൊരു ഫേസ്ബുക്ക് പേജ്, ഒരു ഇൻസ്റ്റാ പേജും, അത് ഷാഫിയുടെ ഒരുപാട് പ്രചരണ മെറ്റീരിയൽസ് അല്ല ഉണ്ടായിരുന്ന പേജാണ്. ഇന്നലെ അതിൽ നിന്ന് കുറെ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് ഒഫീഷ്യലി ഞങ്ങൾക്ക് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുന്നതാണെന്ന് നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ തുടക്കം മുതൽ ഇതിനെ തള്ളി പറഞ്ഞില്ലേ. ഞങ്ങൾ ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇത് ആരാണ് ഇത് ചെയ്യുന്നത്? കാരണവശാലും ഇതിനെ അംഗീകരിക്കുന്നത്. പക്ഷേ ബോംബിനെ കുറിച്ച് അവരോട് ചോദിച്ചാൽ ഞങ്ങൾ തള്ളി പറഞ്ഞു പറയും, ഇതിനെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ തള്ളി പറയുന്ന പറയും. അപ്പൊ ഇത് ആരാണ് ഇതിന്റെ ആൾക്കാർ? ഇപ്പൊ പറഞ്ഞില്ലേ, ഈ K18 പേജ് ആരുണ്ടാക്കിയതാണ്? K18 പേജ് എന്തായാലും അവരുണ്ടാക്കിയതല്ലോ. അല്ല, ഇപ്പൊ ഇവിടെ നിരീക്ഷകരായി വന്ന് പറഞ്ഞ ആളുകളിലെ ഇതൊക്കെ ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ഇക്കോ സിസ്റ്റം വർക്ക് ചെയ്യാണ്. അപ്പൊ എന്താ പറയാ, ഉടനെ പറയും വിയോജിപ്പോടൊപ്പം ഇടതുപക്ഷത്തിന്. പഴയ SFI മാധ്യമപ്രവർത്തകർ ഇവരൊക്കെ ചേർന്നുള്ള ഒരു സിൻഡിക്കേറ്റാണ് ഈ സംഗതികളൊക്കെ ഇതിവിടെ ചർച്ച ചെയ്ത്. ഇവിടെ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ
ഇവിടെ ബോംബ് പൊട്ടിയപ്പോൾ ആർക്കും ഒരു വിരോധവും ഇല്ലല്ലോ. ബോംബ് പൊട്ടിയപ്പോൾ മനുഷ്യരെ എത്രയോ പച്ചക്ക് ദിവസം കൊല്ലുകയാണ്. ചർച്ചയായിരുന്നു, ഒരാഴ്ച മനുഷ്യർ ചർച്ചയായിരുന്നു. പച്ചക്ക് ഫാറൂഖ് അബ്ദുള്ള പൊട്ടിത്തെറിച്ച് TV കാണുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു തിരക്ക് കാരണം. ബോംബ് വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബോംബുണ്ടാക്കിയിട്ട് പൊട്ടിത്തെറിച്ച് പോകുന്ന സാഹചര്യം വടകരയിൽ ഉണ്ടാകുമ്പോൾ അതൊക്കെ നിസ്സാരവൽക്കരിക്കാൻ അത് നിസ്സാരവൽക്കരിക്കുന്നില്ലല്ലോ. അത് ദിവസങ്ങളോളം ചർച്ചയായിരുന്നു. അതുപോലെ ബോംബുണ്ടാക്കുന്നത് അത് പ്രയോഗിക്കുന്നത് ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യുന്നതും അതും ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ്. ബന്ധുക്കളെ കാണാൻ പോയതാന്നാ സമാശ്വസിപ്പിക്കാൻ. എങ്ങനെ? ഞാൻ കേട്ടില്ല. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? അവരെ ബന്ധുക്കളെ സമാശ്വസിപ്പിക്കാൻ അല്ല, അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ബോംബുണ്ടാക്കിയ വിഷയം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ദിവസങ്ങളോളം ചർച്ചയായിരുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അതും ചർച്ചയാകും. അപ്പോ എന്റെ അഭിപ്രായം നിങ്ങൾ ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ ചെറുതാണ്, ഗൗരവം കുറഞ്ഞതാണെന്ന് പറയരുത് എന്നുള്ളതാണ്. ഇത് ആസൂത്രിതമായി നിങ്ങൾ ചെയ്യുന്നത് അല്ലാന്ന് തന്നെ വെച്ചോളൂ, അങ്ങനെ എടുക്കാം. പക്ഷേ നിങ്ങളുടെ അണികൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്താനുള്ള ബാധ്യത, അങ്ങനെയല്ല നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതെന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. നേരത്തെ ജൂലിയാസിന്റെ ഞാൻ പറഞ്ഞല്ലോ ജൂലിയാസിന്റെ പേര് വെച്ചാണ് ഞാൻ പറഞ്ഞല്ലോ. സെക്രട്ടറിയുടെ മകൻ പേര് വെച്ചാണ് എഴുതിയിരിക്കുന്നത്. ശരി. അതുപോലെ തന്നെ PA പേര് വെച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇത് മുഖമില്ലാത്ത ആളുകൾ ഇതൊക്കെ UDF ആണെന്ന് പറയുന്നതിന്റെ ശരി, അതാണ്